ഈ കാണുന്ന പാത്രങ്ങൾ ഫുള്ള് കഴുകി കഴിഞ്ഞ് തിരിച്ച് ഏൽപ്പിച്ചാണ് ഞങ്ങൾക്ക് മര്യാദയ്ക്കൊന്നും ഉറങ്ങാൻ പറ്റൂ. കഴിഞ്ഞ ദിവസം വെളുപ്പിന് 6 മണിക്ക് എണീറ്റ് തുടങ്ങിയ വർക്കാണ്. ഇതുവരെയായിട്ട് കഴിഞ്ഞിട്ടില്ല. ഉറക്കം വന്ന് കണ്ണൊക്കെ ശരിക്കും തൂങ്ങി തുടങ്ങി. എന്നാലും ഇത് തീർക്കാണ്ട് ഇത് നിർത്താൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചിരുന്നപ്പോഴാണ് ഇത് അടുത്ത കോള് തന്നെ. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ കൊടുത്ത ലോൺ ആപ്ലിക്കേഷൻ്റെ ഇൻ്റർവ്യൂ ഇന്നാണെന്ന് പറഞ്ഞ് ഇന്ന് തന്നെ രാവിലെ 10 മണിക്ക് കൃത്യം അവിടെ എത്താനും പറഞ്ഞു. ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ഇതുപോലെ 10-60 അമ്മമാരുണ്ടായിരുന്നു ഞങ്ങളുടെ ആ ലോൺ വാങ്ങാൻ തന്നെയായിട്ട്. ഉറക്കം ശരിയാവാത്ത കാരണം എന്ത് ഇൻ്റർവ്യൂവിൽ പറയണമെന്ന് ഒരു ഐഡിയ ഇല്ല ഞങ്ങൾക്ക് രണ്ടുപേർക്കും. അങ്ങനെ ഒരു 10-15 മിനിറ്റിനകം ഞങ്ങൾ നേരെ തൊട്ടപ്പുറത്തെ പ്രിയദർശിനി ഹോളിലേക്ക് നേരെ കൊണ്ടുപോയി. ഞങ്ങളുടെ ഈ ലോണിനെ പറ്റി പറയാനാണെങ്കിൽ ഇത് മൾട്ടി പർപ്പസ് ജോബ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ലോണാണ്. സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് അണ്ടറിൽ വരുന്ന ഒരു ലോണാണിത്. അപ് ടു 10 lakh വരെയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഈ ലോണിന് വേണ്ടി. അത് മാത്രമല്ല 25% സബ്സിഡിയും ഉണ്ട് ഈ പ്ലാൻ. അങ്ങനെ ഞങ്ങളോട് ഈ മാഡം ഇതെല്ലാം പറഞ്ഞുതരാണ്. നിങ്ങളെങ്ങനെയാണ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കൊടുക്കേണ്ടത്, ഇതെല്ലാം. അങ്ങനെ ആദ്യം തന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചത് ഞങ്ങൾ തന്നെ കേട്ടോ. ഞങ്ങൾക്ക് മാക്സിമം പറ്റുന്ന അത്ര നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആ ലോൺ അന്ന് തന്നെ പാസ്സായി അവിടുത്തെ LDM സൈൻ ഇട്ട് തന്നു. അതിൻ്റെ ഒത്തിരി സന്തോഷമുണ്ടായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ലെറ്റർ പാഡിൽ ബാങ്കിലേക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഞാൻ തിരിച്ച് ഇവിടെ തന്നെ എത്തി. ഇനി നമുക്ക് എംപ്ലോയ്മെൻറ്റ് ഓഫീസർ തരുന്ന ബാങ്കിലേക്ക് വേണ്ടിയുള്ള ബാക്കി ഡോക്യുമെൻറ്റ്സും ലെറ്റർ പാഡൊക്കെ ആയിട്ട് ഇന്ന് തന്നെ ബാങ്കിലേക്ക് ചെല്ലാം. അതാണ് അടുത്ത പരിപാടി. നമ്മുടെ എറണാകുളത്തെ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ ഭയങ്കര അടിപൊളിയായത് കാരണം നിസ്സാര നേരം കൊണ്ട് എനിക്ക് ലെറ്റർ പാഡെല്ലാം അടിച്ച് കിട്ടി, ബാക്കി ഡോക്യുമെൻറ്റ്സ് എല്ലാം കിട്ടി. ഇനി നേരെ എനിക്ക് ബാങ്കിലേക്ക് പോയാൽ മതി. ബാങ്കിലേക്ക് പോയി ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ പ്രൊസീജിയർ എല്ലാം കഴിഞ്ഞ് ബാങ്കുകാരെ നമ്മളെ വിളിക്കും. ഈ ലോണിനെ കുറിച്ച് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഇതിനകത്ത് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ മെസ്സേജ് അയച്ച് പറഞ്ഞുതരാം. ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ വഴിയേ പറയാം.